വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ വീട്ടിൽ പ്രായമായ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. മില്ലറ്റ് പാലപ്പവും പഴയ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയും. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചാമ. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് ലിറ്റിൽ മില്ലറ്റ് എന്നും ഇതിന് പേര് പറയും കേട്ടോ. ഇത് 8 മണിക്കൂറേലും കുതിർക്കണം. ഞാനിത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ്. ഇത് 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആകണമെങ്കിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഉപ്പ്, വെള്ളം. ആദ്യം നമുക്ക് ഈ മില്ലറ്റ് ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പം ഞാൻ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് തന്നെ ആദ്യം അരച്ചെടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് അവലോ ചോറോ അരച്ച് ചേർക്കുന്നില്ല. ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ചോറിനേക്കാളും നല്ലതല്ലേ ഇത് തന്നെ അരച്ചുണ്ടാക്കുന്നത്. അതിൽ നിന്ന് കപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ ആദ്യം അരച്ചെടുത്തത്. ഇതിൽ നിന്ന് 3 ടീസ്പൂൺ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അടച്ച് തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. ഇനി നമുക്കിത് കാച്ചി കുറുക്കിയെടുക്കണം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്, എന്നെങ്കിലേ ഈ മില്ലറ്റ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. സമയമെടുത്തത് കുറുക്കിയെടുക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇത് 3-4 മിനിറ്റ് എടുത്ത് ചെറുതീയിലും മീഡിയം ഫ്ലെയിമിലും മാറ്റിയിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കണം. ഇനി ഇത് തണുത്ത് വരുമ്പോൾ അല്പം കൂടെ കുറുകി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കപ്പി കാച്ചിയത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം അരച്ചതിൻ്റെ കൂടെ ചേർക്കണം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാര, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇത് പാലപ്പത്തിനായതുകൊണ്ട് നന്നായിട്ട് അരിഞ്ഞു കിട്ടണം. ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാലപ്പത്തിനായതുകൊണ്ട് അതിനുള്ള ലൂസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 2 മുതൽ 3 മണിക്കൂർ വരെ പൊന്തി വരാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിന് ഞാനൊരു 700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ 4 സവാള, 1 ഉരുളക്കിഴങ്ങ്, ഇത് ഞാൻ തൊലിയൊക്കെ ചെത്തി വെച്ചാണ് ഇത് മുറിച്ചെടുക്കണം. 8-9 വെളുത്തുള്ളി അല്ലി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതിന് തേങ്ങാപ്പാൽ ചേർത്താണ് ഈ കറി വെക്കുന്നത്. തേങ്ങയുടെ 1/4 പാലും 2/2 പാല്. ഇതൊരു 3/4 കപ്പ് 1/4 പാലും 1/4 കപ്പ് 2/2 പാലും. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നമ്മൾ ടേസ്റ്റ് മേക്കറായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറിക്കൊക്കെ ചേർക്കാൻ പറ്റിയ ഒരു പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകവും കുരുമുളകും കാഷ്യൂനട്ടും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്, അത് 3/4 ടീസ്പൂൺ ഉണ്ട്. ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം.
ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്. നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം. നമുക്ക് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് കടുക് ചേർക്കുന്നില്ല. അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചൂടായ മണം വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം. അതിലേക്ക് ഇഞ്ചി പച്ചമുളകും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. തീ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിപ്പഴം എടുത്ത് വെക്കാൻ മറന്നുപോയി. 2 മീഡിയം തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിപ്പഴം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നതിന് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇതൊന്ന് നോക്കാം. തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ തേങ്ങാപ്പാൽ കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ. പിന്നെ ചിക്കനകത്തൊന്നും കൂടെ വെള്ളം ഇറങ്ങി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3/4 വേവാകുന്നത് വരെ ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേവ് എന്തായെന്നൊന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരുന്നേ ഉള്ളൂ. ചിക്കനും അങ്ങനെ തന്നെ. ഇനി ഇതിലേക്ക് 2ാം പാല് ചേർക്കാം. ഇനി ബാക്കി വേവ് ഈ 2ാം പാലിൽ കിടന്ന് വേണം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പം തീ കുറച്ച് കൊടുക്കണം. ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി ഇത് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം.
അടച്ചു വെക്കാം. ഫുള്ളായിട്ട് അടയ്ക്കണമെന്നില്ല, ഒരല്പം വിടവിട്ട് അടച്ചാൽ മതി. തേങ്ങാപ്പാലായതുകൊണ്ട് ചിലപ്പം പൊങ്ങി വരും. നമുക്ക് ചിക്കനൊക്കെ ഇന്ന് വെന്തോന്ന് നോക്കാം. ചിക്കൻ മുറിച്ച് നോക്കണേ. ചിക്കൻ വെന്തിട്ടുണ്ട്, മുറിഞ്ഞു പോരുന്നുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്, അത് മുറിഞ്ഞു പോരുന്നുണ്ട്. ഇനി ഒന്നാം പാല് ചേർക്കണം, നല്ല കട്ടിയുള്ള ഒന്നാം പാല്. പെരിഞ്ജീരകപ്പൊടി, മുഴുവൻ ഇടണം. ഞാനിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കുറേശ്ശെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. നമ്മളൊരു 3 മണിക്കൂർ മുമ്പ് പാലപ്പത്തിന് അരച്ച് വെച്ചിരുന്നത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കാം, ഒത്തിരി അങ്ങോട്ട് ഇളക്കി മറിക്കണ്ട. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്. പാലപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുവാണ്. നമുക്കതിലേക്ക് മാവ് ഒഴിക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. പാലപ്പം നന്നായിട്ട് വെന്ത് അരിയൊക്കെ വിട്ടിട്ടുണ്ട്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മില്ലറ്റ് പാലപ്പം, ഇത് ചാമ അരി കൊണ്ടുള്ള അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് കൊണ്ടുള്ള പാലപ്പം റെഡിയായി. ബാക്കി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. കണ്ടോ, നല്ല കൊഴുത്ത കറി, നല്ല കൊഴുപ്പുള്ള ചാറോട് കൂടിയ പഴയ രീതിയിലുള്ളൊരു ചിക്കൻ കറി. കറി നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.